നമസ്കാരം. താമസ സ്ഥലത്ത് നിന്ന് ലഹരി കണ്ടെത്തി എന്ന കേസിന്റെ അടിസ്ഥാനത്തിൽ തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദ് കുറച്ചു കാലം ഒളിവിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസൊക്കെ നടക്കുകയായിരുന്നു. ഇന്നിപ്പോൾ തൊപ്പിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ എത്തിയിരുന്നു. എന്നാൽ കേസിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. തൊപ്പിയുടെ കേസ് കോടതി തീർപ്പാക്കിയിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. തൊപ്പി എന്നറിയപ്പെടുന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തീർപ്പാക്കുകയാണ് ചെയ്തത്. മുൻകൂർ ജാമ്യം തേടിയ നിഹാദ് അടക്കം 6 പേർക്കെതിരെയും കേസ് നിലവിലില്ല എന്ന് പോലീസ് അറിയിച്ചതോടെയാണ് ഇപ്പോൾ തൊപ്പിയുടെ കേസ് തീർപ്പാക്കിയിരിക്കുന്നത്. തൊപ്പി ഒളിവിലായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കോടതിയിൽ തൊപ്പിയും ഈ 6 പേരും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി എത്തിയപ്പോഴാണ് പോലീസ് ഒരു കാര്യം അറിയിക്കുന്നത്. ഇങ്ങനെ ഒരു കേസ് നിലവിലില്ല എന്ന് അറിയിക്കുന്നു. അങ്ങനെ ആ കേസ് കോടതി തീർപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയ സാഹചര്യം ഇരിക്കുന്നു. നിഹാദും സുഹൃത്തുക്കളായ 3 യുവതികളും അടക്കം മുൻകൂർ ജാമ്യത്തിന് സമർപ്പിച്ച ഹർജിയിൽ ഡിസംബർ 4-നകം റിപ്പോർട്ട് നൽകാൻ പാലാരിവട്ടം പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് നിഹാദിനും മറ്റുള്ളവർക്കുമെതിരെ കേസില്ല എന്ന് പോലീസ് അറിയിച്ചത്. ഇതോടെ വിവാദങ്ങൾ കെട്ടടങ്ങുകയാണ്. നിഹാദിന്റെയും മറ്റ് സുഹൃത്തുക്കളുടെയും താമസ സ്ഥലത്ത് നിന്ന് ലഹരി കണ്ടെത്തി എന്ന കേസാണ് ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾ നടക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ മാസം 16-ാം തീയതി തളിപ്പറമ്പ് സ്വദേശിയായ തൊപ്പിയുടെ തമ്മനത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഡാൻസഫ് സംഘം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ രാസലഹരി പിടികൂടി എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. തുടർന്ന് കേസിൽ പ്രതിയാകുമോ എന്ന നിഗമനത്തിലാണ് നിഹാദ് അടക്കമുള്ളവർ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചത്. ഇതിലാണ് പോലീസ് കോടതിയിൽ നിലപാട് അറിയിച്ചത്. ഇങ്ങനെ ഒരു കേസ് നിലവിലില്ല എന്ന് അറിയിക്കുകയായിരുന്നു. അടുത്തിടെ താൻ തൊപ്പി എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയാണ് എന്നും നിഹാദ് എന്ന യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് മടങ്ങി ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള ശ്രമമാണ് എന്നുമൊക്കെ ഇയാൾ യൂട്യൂബിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താൻ വിഷാദ രോഗത്തിന് അടിമയാണ് എന്നും വീട്ടുകാർ തന്നെ സ്വീകരിക്കുന്നില്ല എന്നുമൊക്കെ തൊപ്പി പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നതും തൊപ്പി രാസ ലഹരി കേസിൽ അറസ്റ്റിലാവും എന്ന തരത്തിലുള്ള വാർത്തകൾ വരികയും ഒളിവിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയും ഒക്കെ ചെയ്തത്. ഒടുവിൽ ഇപ്പോൾ കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു.